ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് വീഡിയോ കാണുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം മസ്റ്റായിട്ട്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, പലരും എന്നെയും ഫിജീനെയും ഒക്കെ സെപ്പറേറ്റ് കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും സംസാരിച്ചിരിക്കുമ്പോഴും ഒക്കെ പറയും, നിങ്ങൾ എങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായെന്ന് ചോദിക്കും. ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെയാന്ന് വെച്ചാല് ശരിക്കും പറഞ്ഞാൽ പൊട്ടിമുളച്ച ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കാരണം നമ്മൾ ഒരേ ഇടവകയിൽ ജീവിക്കുന്നവരാണ്. ഇവിടെ പള്ളിയിലായാലും കണ്ടിട്ടുണ്ട്. ഞങ്ങളൊരു 4-5 വർഷത്തോളായിട്ടോ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പായിട്ട്. പക്ഷെ തിക്ക് ഫ്രണ്ട്സ് ആയിട്ട് വേണമെങ്കിൽ ഒരു മൂന്ന് വർഷം. ഈ തിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് എല്ലാവരും വിചാരിക്കുക. ഇല്ല, അത് നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ മാത്രമാണ് തിക്ക് ഫ്രണ്ട്സ് ആവുന്നത്. അപ്പൊ തിക്ക് ഫ്രണ്ട്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മൾ ഫാമിലി മാറ്ററുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറില്ല. കാര്യം പറഞ്ഞാല് അത് നമ്മള് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹായ് ബൈ ആ ഒരു ഫ്രണ്ട്ഷിപ്പ്. അല്ലാതെ തിക്ക് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ എല്ലാത്തിലും കയറി ഇടപെടുക, അല്ലെങ്കിൽ അവളുടെ ഫാമിലിയിൽ ഞാനോ എന്റെ ഫാമിലിയിൽ ഇവളോ കൈ കടത്താറില്ല. അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും അതൊക്കെ ചിലപ്പോൾ നമ്മൾ സ്റ്റാറ്റസിൽ കൂടെയൊക്കെ ആയിരിക്കും. ഞാൻ അവള് പല സ്ഥലത്തേക്കും പോകുന്നതോ അല്ലെങ്കിൽ ചില ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യുന്നതോ അതൊക്കെ ഞാൻ അവള് സ്റ്റാറ്റസിൽ കൂടി മാത്രമാണ്. അതേ സെയിം കാര്യം തന്നെയാണ് എനിക്കും. എന്റെ കാര്യങ്ങളും ഞാന് ചിലപ്പോൾ സ്റ്റാറ്റസ് കാണുമ്പോൾ എടി നീ അങ്ങോട്ട് പോയല്ലേ എന്നൊക്കെ അവള് ചോദിക്കുമ്പോഴാണ് ഞാൻ ചില പിക്കുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങനെയുള്ളൂ. നമ്മൾ ഫാമിലി മാറ്ററുകൾ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിൽ കൂട്ടിക്കുഴയ്ക്കാറില്ല. എനിക്ക് തോന്നുന്നു അതാണ് നല്ലത് എന്ന് തോന്നുന്നുണ്ട്. ഫാമിലി മാറ്റേഴ്സ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പില് നമുക്ക് വേണ്ട എന്ന് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മള് എങ്ങനെയാണ് കണ്ടുമുട്ടിയത് അല്ലെങ്കിൽ പരിചയപ്പെട്ടതെന്ന് വെച്ചാല്, ഞാനിവിടെ നമ്മുടെ പള്ളിയിൽ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അവളുടെ മോനെ 4th സ്റ്റാൻഡേർഡിൽ ഞാൻ പഠിപ്പിക്കുമ്പോ ഒരു വാട്സപ്പ് കണക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഇവര് എന്നെ കണ്ടിട്ടൊക്കെ ഉണ്ട് ഇതിനു മുന്നേ. പക്ഷെ ഞാൻ ഇവളെ കണ്ടിട്ടുണ്ടോന്ന് വെച്ചാല് കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. അങ്ങനെയായിരുന്നു ഞാനതാ പറയണത്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരാളെ ഫോക്കസ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എനിക്കില്ല. ഞാൻ കണ്ടു പോവും, അങ്ങനെയുള്ളൂ. അതുപോലെ തന്നെ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ഒരു ടീച്ചർ സ്റ്റുഡന്റ് എന്നുള്ളൊരു ബന്ധത്തിൽ നിന്നാണ് തുടങ്ങിയത്. പിന്നെ ഞങ്ങൾ വ്യാപാരിയിൽ കയറി, ഞങ്ങളെ വനിതകളുടെ വ്യാപാരിയിൽ കയറി. അപ്പോഴും ഇവളുണ്ട് എന്നോട്. വനിതയിൽ വ്യാപാരിയിൽ കയറാൻ വേറൊരു ചേച്ചിയാണ് പറഞ്ഞത്, നമ്മുടെ ഷീനേച്ചിയാണ് പറഞ്ഞത്, വ്യാപാരിയിൽ ചേരും, നിനക്ക് ഷോപ്പൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് നീ ചേരുന്നു. അങ്ങനെ ചേർന്നു. പക്ഷെ അപ്പോഴും ഇവള് അവിടെ ഉണ്ട്. പിന്നെ എന്തോ അവിടെ നിന്ന് അങ്ങോട്ട് ഒരു കണക്ഷൻ ഞങ്ങൾക്ക് വന്നു തുടങ്ങി. എനിക്ക് അവളുടെ സംസാരം എപ്പോഴും നോട്ടിയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എപ്പോഴും അവള് ഫ്രീ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതിപ്പോ ഇന്നാള് അത് ഇതൊന്നുമില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് എനിക്ക് എന്നോടൊരു ഫ്രണ്ട്ഷിപ്പ് കൂടുതലുള്ള പോലെ എനിക്ക് തോന്നി. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങിയത് കേട്ടോ. അപ്പൊ അവള് പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ ചിരിക്കും, കുറെ തമാശ പറയും. എന്റെ ക്യാരക്ടർ വേറൊരു രീതിയാണ്, അവളുടെ ക്യാരക്ടർ വേറൊരു രീതിയാണ്. അവള് കൂടുതലും ചിരിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ, എനിക്കത് കേട്ട് ചിരിക്കാനൊക്കെയാണ് എനിക്കിഷ്ടമുള്ളത്. അപ്പൊ അതാണ് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയത്. അപ്പൊ ഞങ്ങൾ ഫ്രണ്ട്സാണ്. അല്ലാതെ ഞങ്ങള് ചിലര് ഒരു ടീം ചോദിച്ചു, നിങ്ങള് നമ്മള് അറിയാത്തവര് 24 മണിക്കൂറും നിങ്ങള് സെറ്റാണല്ലോ, നിങ്ങള് ചേട്ടനനിയൻ ഭാര്യമാരാണോ, അല്ലെങ്കിൽ ആങ്ങളയുടെ ഭാര്യയാണോ, അല്ലെങ്കിൽ ചേച്ചി അനിയത്തിയാണോ? നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്. അവൾക്കും ഉണ്ടായിട്ടുണ്ട്, എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് ഫ്രണ്ട്സാണ്. അതെന്ന് വെച്ചിട്ട് ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ഒന്നല്ല, ഫ്രണ്ട്സ്, ഓൺലി ഫ്രണ്ട്സ്, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല അങ്ങനത്തെ ഒന്നുമില്ല. ഞങ്ങള് ഫ്രണ്ട്സ്, അത്ര. വേറെ എനിക്ക് അവളുടെ ക്യാരക്ടർ ഇഷ്ടമാണ് കേട്ടോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് അവളുടെ ഒരു സംസാരത്തിലായാലും. അത് അവള് വേറൊരാളോട് അങ്ങനെയാണോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എന്നോടുള്ള പെരുമാറ്റമാണ് ഞാൻ പറയുന്നത്. എന്നോടുള്ള പെരുമാറ്റത്തിൽ ഇപ്പൊ ഞാനൊരു ദിവസം എനിക്ക് എന്തെങ്കിലും വിഷമമായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും ഒരു ചെറിയ 2-3 തമാശ പറയും, ഒന്ന് വിട്ട് കളയടി അത് എന്ന് പറയും. അങ്ങനെ അപ്പൊ നമുക്കൊരു സപ്പോർട്ട് ബാക്ക് എന്നുണ്ട്. ഇപ്പൊ അവൾക്ക് എന്തെങ്കിലും അത് ഞങ്ങൾക്ക് എന്തോ ഒരു ബോണ്ട് അതിൽ വളർന്നു വരുന്നുണ്ട്.
അപ്പൊ അവള് എന്തെങ്കിലും വിഷമിച്ചിരിക്കാണ്, പക്ഷെ അവള് പറയില്ല ഇന്ന വിഷമമുണ്ട് എനിക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയാണ്, ഞാൻ വയ്യാതിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഞാൻ തിരിച്ച് അങ്ങോട്ട് ഫോൺ വിളിച്ചിട്ട് പറയും, ഇന്ന് എന്താ ഒരു മൂഡ് ഓഫ് പോലെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നുണ്ടല്ലോ എന്ന് പറയും. അത് നമ്മൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം എനിക്കത് ഫീൽ ചെയ്യും. അവൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം, അവൾക്കൊരു എന്തെങ്കിലും ഒരു മൂഡ് ഓഫ് ഉണ്ടെന്ന് അതെനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ അവളും എനിക്ക് അങ്ങനെ. അതെന്താന്ന് എനിക്ക് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല ആ ഒരു കേസ്. നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു വാല്യൂ കണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളില് അത് ഇങ്ങനെ ഉണ്ട്, അവളുണ്ട്, അതുകൊണ്ട് മാത്രമായിരിക്കാം. ഇത് കേൾക്കുമ്പോ എന്റെ ഇനിയുള്ള ഫ്രണ്ട്സ് ഉണ്ട്, കുറെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ എനിക്ക്. എല്ലാവരും ഒരുപോലെയാന്ന് ഞാൻ പറയുന്നില്ല. ഇവളുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ യൂട്യൂബിൽ വന്നത് കൊണ്ട് മാത്രമാണ് ഇവളെ ഞാൻ പോയിന്റ് ചെയ്തിട്ട് പറഞ്ഞത്. അല്ലാതെ വേറെ ഇനി ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരാരും ഇതിൽ വിഷമിക്കൊന്നും ചെയ്യരുത്. എല്ലാവർക്കും ഓരോരോ ഫ്രണ്ട്ഷിപ്പാണുള്ളത്. ഇവളുടെ കാര്യമാണ് ഞാൻ ഈ യൂട്യൂബിൽ ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് കാണുമ്പോൾ പലരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനുള്ള ആൻസർ ആണ് ഞാൻ ഈ പറയുന്നത്. അത് വെച്ചിട്ട് എന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സിനെ എനിക്ക് ഇഷ്ടമല്ലാന്നോ അല്ലെങ്കിൽ വേറെ ഒന്നും അല്ല എന്നല്ല ഞാൻ പറയുന്നത്. എല്ലാവരും എനിക്ക് ഇഷ്ടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും എന്റെ ഫ്രണ്ട്സ് തന്നെയാണ്. അപ്പൊ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.